ഹായ് ഓൾ. ഇന്ന് നമ്മൾ HSST ഫിസിക്സിൻ്റെ ഒരു പുതിയ ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ മെയിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന രണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ അരുൾദാസ് സർ ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ JC ഉപാധ്യായ. ഈ രണ്ട് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ +2 ക്ലാസ്സിലൊക്കെ ന്യൂട്ടൺസ് ലോനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂൾ മുതൽ +2 ക്ലാസ്സിലൊക്കെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അപ്പം അതിൽ നമ്മൾ കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള ലെവലിലാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്നത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ ഡ്രോബാക്ക് നിന്ന് നമ്മൾ നമുക്കറിയാം. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമ്മൾ കൺസിഡർ ചെയ്താണെങ്കിൽ അതിൽ മെയിനായിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സസ് അതിൻ്റെ ഒരു ജോമെട്രിക്കൽ വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൺസ്ട്രെയിൻ ഫോഴ്സസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ന്യൂട്ടൺസ് ലോ അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് അപ്രോച്ച് ആയിട്ടാണ് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ അതുപോലെ തന്നെ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ എങ്ങനെയാണ്, ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ എങ്ങനെയാണ്, അപ്പം ന്യൂട്ടൺസ് ലോൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് എങ്ങനെ നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ അത് കുറച്ചും കൂടി ഈസിയർ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കൺസ്ട്രെയിൻ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ സെവറൽ കൺസ്ട്രെയിൻ ഫോഴ്സസ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ? ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ വ്യൂ പോയിൻറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത്? കൺസ്ട്രെയിൻ. ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് കൺസ്ട്രെയിൻ റെഫേഴ്സ് ടു ദ റെസ്ട്രിക്ഷൻസ് ഓൺ മോഷൻ ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം. ഇനി കൺസ്ട്രെയിൻസിനെ നമുക്ക് രണ്ട് ടൈപ്പ് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഐദർ ഇക്വേഷൻ ഫോമിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഐദർ ഇൻഈക്വാലിറ്റി ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രെയിൻസിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ജനറലായിട്ട് കൺസ്ട്രെയിനിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് വിത്തിൻ എ കണ്ടെയ്നർ are restricted by the walls of the vessel to move only inside the container. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കണ്ടെയ്നർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിൻ്റെ വാളിൻ്റെ അകത്ത് മാത്രമാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. കണ്ടെയ്നറിൻ്റെ വാളിൻ്റെ പുറത്ത് അതിന് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് പറയാം ആ വെസലിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഇവിടെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് ഒരു കൺസ്ട്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് മോളിക്യൂൾസിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് ഈ വെസലിൻ്റെ വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു കൺസ്ട്രെയിന് ഒരു എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എ സോളിഡ് സ്ഫിയർ. നമ്മളൊരു പാർട്ടിക്കിൾ ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ സ്ഫിയറിൻ്റെ സർഫസിലൂടെ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെയും ഒരു കൺസ്ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഇനി നമുക്ക് കൺസ്ട്രെയിൻസിനെ എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻ. First classification, holonomic constraint and non-holonomic constraint, and second, scleronomous constraint and rheonomous constraints. These are the 4 types of constraints. So we will explain each one of them in detail. First one, holonomic constraint. In holonomic constraint, the conditions of constraints are expressed in the form of equation connecting coordinates time. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രെയിനെ ഒരു ഇക്വേഷൻ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കതിനെ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ആൻഡ് ദിസ് ഹോളോണോമിക് കൺസ്ട്രെയിൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റ്സ് ആൻഡ് ടൈം.
ഇനി നമുക്ക് ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രബിൾ കൺസ്ട്രെയിൻസ് ആണ്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. f(r1, r2, r3, etc. rn, t = 0. അപ്പം ഈക്വൽ ടു ഫോമിൽ നമുക്കൊരു ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജനറലായിട്ട് ഒരു ഫംഗ്ഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. r1, r2, r3, etc. എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. ടി എന്ന് പറയുന്നത് അതിൻ്റെ ടൈം കോർഡിനേറ്റ് ആണ്. അങ്ങനെ നമുക്ക് ആ ഒരു കൺസ്ട്രെയിനെ ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഓഫ് ഹോളോണോമിക് കൺസ്ട്രെയിൻ. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ഫോമാറ്റിൽ എഴുതാൻ പറ്റുന്ന കൺസ്ട്രെയിൻസ് ആണ് ഹോളോണോമിക് കൺസ്ട്രെയിൻ. അതിനൊരു എക്സാമ്പിളാണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി. ഒരു ബോഡി നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇക്വേഷൻ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മോഡുലസ് ഓഫ് RI മൈനസ് RJ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു CIJ ദ ഹോൾ സ്ക്വയർ. ഇവിടെ RI RJ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പൊസിഷൻ കോർഡിനേറ്റ്സ്. ith പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ പൊസിഷനാണ് RI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. jth പാർട്ടിക്കിൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ് RJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി CIJ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് CIJ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ith ആൻഡ് jth പാർട്ടിക്കിൾ പൊസിഷൻഡ് അറ്റ് RI ആൻഡ് RJ. അതായത് RIയും RJയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ CIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു റിജിഡ് ബോഡീൻ്റെ മൂവ്മെൻറ്റ് നമുക്കൊരു ഇക്വേഷൻ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻസിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്താൽ സ്ലൈഡിങ് ഓഫ് എ ബീഡ് ഓൺ എ സർക്കുലർ വയർ ഓഫ് റേഡിയസ് A ഇൻ ദ XY പ്ലേറ്റ്. ഒരു സർക്കുലർ വയർ കൺസിഡർ ചെയ്തു. അതിലൊരു ബീഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റേഡിയസിന് അക്രോസ് ആയിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒരു സിമ്പിൾ സർക്കിളിൻ്റെ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഒരു കൺസ്ട്രെയിൻസ് ബീഡ് മൂവിങ് ഓൺ എ സർക്കുലർ വയർ നമുക്കൊരു എക്സാമ്പിൾ കൺസ്ട്രെയിൻ ഫോം ഇക്വേഷൻ ഫോമിൽ എഴുതാൻ പറ്റും. x² + y² ഈസ് ഈക്വൽ ടു a². ഇതാണ് സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ആ ഒരു കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിനെ ഇൻഈക്വാലിറ്റി ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Non-holonomic constraints are those which are not expressible in the form of equations. The coordinates in this case are either restricted by inequalities or by non-integrable differential. നേരത്തെ നമ്മൾ പറഞ്ഞു ഹോളോണോമിക് കൺസ്ട്രെയിൻ ഇൻ്റഗ്രബിൾ ഡിഫറൻഷ്യൽസ് ആണ്. ഇനി നോൺ ഹോളോണോമിക് ആണെങ്കിൽ ഐദർ പൊസിഷൻ കോർഡിനേറ്റ്സിനെ നമ്മൾ ഇൻഈക്വാലിറ്റി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു നോൺ ഇൻ്റഗ്രബിൾ ഡിഫറൻഷ്യൽസ് ആണ്. ഇനി നമുക്ക് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിൻ്റെ കേസിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് A. ഒരു സ്ഫിയർ കൺസിഡർ ചെയ്തു, അതിൻ്റെ മുകളിലൊരു പാർട്ടിക്കിൾ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻ ഇക്വേഷൻ നമുക്കൊരു ഇക്വാലിറ്റി ഫോമിൽ എഴുതാൻ പറ്റില്ല, പകരം നമ്മൾ ഇൻഈക്വാലിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. r² - a² ≥ 0. ഇവിടെ A എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഗ്യാസ് മോളിക്യൂൾസ് ഇൻ എ സ്ഫെറിക്കൽ കണ്ടെയ്നർ ഓഫ് റേഡിയസ് R. അത് നമുക്കൊരു ഇൻഈക്വാലിറ്റി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. xi² + yi² + zi² ≤ r². ഇത് രണ്ടുമാണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രെയിൻസിനെയാണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻഈക്വാലിറ്റി ഫോമിലാണ് നമുക്കതിൻ്റെ കോർഡിനേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു കൺസ്ട്രെയിൻസിനെ നമ്മൾ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും.
രണ്ട് കേസിലുള്ള എക്സാമ്പിൾസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടെക്സ്റ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പോയിൻ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എപ്പോഴും PSC എക്സാമിൽ ഇപ്പം നമുക്കറിയാം ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴുള്ള എക്സാംസിന് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ജനറലായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തൊരു പോയിൻ്റാണ് ഹോളോണോമിക് കൺസ്ട്രെയിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പം അത് ഞാൻ പറയാം. In non-holonomic constraint, if the constraints are expressed as relation among velocities of particles of the system, that is holonomic constraints പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് ആ കൺസ്ട്രെയിൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പൊസിഷൻ കോർഡിനേറ്റ്സ് ആൻഡ് ടൈമിൻ്റെ ടേംസിലാണ്. ഇവിടെ ആ ഒരു ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്ത ഫോമാറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആൻഡ് ടൈം കോർഡിനേറ്റിൻ്റെ ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന് എക്സാമ്പിളാണ്. ഇനി ഈ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് ഫോമാറ്റിലുള്ള ഈ ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് ടൈം. അങ്ങനെ കിട്ടുന്ന ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കൺസ്ട്രെയിൻസ് വെലോസിറ്റി ആൻഡ് ടൈമിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രെയിൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് ടൈം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഹോളോണോമിക് കൺസ്ട്രെയിനിന് എക്സാമ്പിളാണ്. ഇത് ടെക്സ്റ്റിൽ കൊടുത്തൊരു പോയിൻ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിൻറ്റ്സ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻ, സ്ക്ലിറോണോമസ് കൺസ്ട്രെയിൻ. ഫസ്റ്റ് വൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ, സെക്കൻഡ് വൺ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ, തേർഡ് വൺ സ്ക്ലിറോണോമിക് കൺസ്ട്രെയിൻ. Scleronomic constraints are those constraints which are independent of time. If the constraint equation is independent of the time, then such constraints are called scleronomous constraint. For example, we can say a pendulum with an inextensible string. We should note this term inextensible string is an example of scleronomous constraint, and that can be represented by the equation x square plus y square is equal to L0 square. And next, rheonomous constraint. Scleronomous constraint and rheonomous constraint are based on the dependence of time and independence of time. So rheonomous equation or rheonomous constraints are those constraints which depends explicitly on time. And we can say with the same example a pendulum with extensible string. Scleronomous constraint, we have said that a pendulum with inextensible string. Here in rheonomous constraint, we can say example a pendulum with extensible string, and that can be given by the equation x square plus y square is equal to L square of t. എക്സാമിന് നമുക്ക് MCQs ഒക്കെ വരുന്ന കേസിൽ നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് വായിച്ച് നോക്കണം. എക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സ്ക്ലിറോണോമസ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷനിൽ എ പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ഉണ്ടാവും, അതുപോലെ തന്നെ എ പെൻഡുലം വിത്ത് എക്സ്റ്റെൻസിബിൾ സ്ട്രിങ്ങും കൊടുക്കാം. ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? എ പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ് സ്ക്ലിറോണോമസ് കൺസ്ട്രെയിനിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കൺസ്ട്രെയിൻസ് പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു, എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക.